ഹലോ എവരിവൺ. അപ്പോൾ റമദാൻ വരെയാണ്. എല്ലാവരും വീട് വൃത്തിയാക്കലിൻ്റെയും എന്താ പറയുക, ചിലരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നനച്ചുകൂളി എന്നൊക്കെ പറയും, അങ്ങനെ തിരക്കിലാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു, ഇപ്പോൾ ദുബായിൽ വലിയ അങ്ങനെ ഒരുപാട് റൂമൊന്നും ഇല്ലെങ്കിൽ ആകെ ഒറ്റ റൂമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ആ റൂം എന്നെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിനിടയ്ക്ക് ചിക്കൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് ആയിരുന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് കറി വയ്ക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, സവാള അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം. എന്നിട്ട് കറി എങ്ങോട്ടും ഉണ്ടാക്കുക. അതാണ് എൻ്റെ അടുത്ത പരിപാടി. പിന്നെ ദുബായെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒത്തിരി സമയമുണ്ട്. എനിക്കാണെങ്കിൽ ഒത്തിരി ടൈമുണ്ട്. കാരണം എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കും. എനിക്ക് അടുക്കളയിൽ അങ്ങനെ ഒത്തിരി നേരം നിൽക്കുന്നത് ഇഷ്ടമല്ല. സോ മേ ബി മാക്സിമം ഒരു 1.5 അവേഴ്സിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ പണികളെല്ലാം, കുക്കിംഗ് പരിപാടികളെല്ലാം തീർക്കും. അതാണ് എൻ്റെ സ്വഭാവം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന എണ്ണ വന്നിട്ട് ഒലീവ് ഓയിലായിരുന്നു. കാരണം വെളിച്ചെണ്ണ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒലീവ് ഓയിൽ കൊണ്ട് ഇന്ന് നമുക്കൊന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. പക്ഷെ നമ്മുടെ വെളിച്ചെണ്ണയുടെ അത്രയും ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ ബെനിഫിറ്റ്സ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഒലീവ് ഓയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സവാള, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ മസാലകളും ചേർക്കാം. എല്ലാവരും ചേർക്കുന്ന മസാലകൾ ഇങ്ങനെയാണ്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് 20 മിനിറ്റ്സ് വരെ, 14 to 20 മിനിറ്റ്സ് വരെ വേവിച്ചെടുക്കാം ചെറിയ തീയിൽ. അപ്പോൾ നമ്മുടെ കറി അങ്ങോട്ട് വേഗട്ടെ. അതിനിടയ്ക്ക് ഞാൻ അടുത്ത ക്ലീനിങ് പരിപാടി ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ റമദാൻ മാസത്തിനെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്. പൊതുവെ എനിക്ക് നൊയമ്പ് പിടിക്കാൻ മടിയുള്ളൊരു കൂട്ടത്തിലായിരുന്നു. ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ആയിട്ടാണ് ഞാൻ ഈ 30 നോമ്പ് തന്നെ ഞാൻ കറക്റ്റായിട്ട് അനുഷ്ഠിക്കുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി മടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. സത്യം പറയാമല്ലോ, കുഞ്ഞുനാളിലെ ഞാൻ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ അൽഹംദുലില്ലാ ഇപ്പം ആ സ്വഭാവമൊക്കെ ഒരുപാട് മാറി. ഞാൻ തന്നെ ഒത്തിരി സ്പിരിച്വലായിട്ട് ഒന്ന് കണക്റ്റായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ സ്പിരിച്വലായിട്ടുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ വരും. അന്നേരം ഞാൻ ഭയങ്കര എക്സ്ട്രീമായി പോവാറുണ്ട് ചില സമയത്ത്. അൽഹംദുലില്ലാ. അപ്പം അടുത്ത ക്ലീനിങ് സെക്ഷനിലോട്ട് ഞാനിങ്ങനെ ചെല്ലുകയാണ് ഗായ്സ്. ഒന്ന് തൂക്കണം, തുടയ്ക്കണം. അതിനിടയിൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവുന്നുണ്ട്. പിന്നെ കിച്ചനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാന് അങ്ങനെയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫാനിൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും നോയമ്പൊരയല്ലോ, അപ്പോൾ ഇതും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. നല്ല പൊടിയുണ്ടോ ഗൈസ്, കണ്ടോ? ഇത് നമ്മുടെ മൂക്കിലായിരിക്കും പോകുന്നത് ശ്വസിച്ചിട്ട്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഈയിടെയായിട്ട് എനിക്ക് അലർജിയുടെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരിക്കണം കാരണങ്ങൾ. എന്തായിരുന്നാലും ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫിക്സ് ചെയ്യണം. ക്ലീനിങ് പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് ആണ് എനിക്ക് ഇച്ചിരി താല്പര്യം കുറവ്. പക്ഷേ ഈ ക്ലീനിങ് പരിപാടി ഇന്ന് ഞാൻ ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ കണക്ഷൻ ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം നമ്മുടെ ഫുൾ ടൈമും ഇല്ലെങ്കിൽ സ്ക്രോളിങ്ങിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. വെറുതെ അനാവശ്യമായിട്ട് ഒരു പണിയില്ലാത്ത പോലെ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അത് ഒരു തരം അഡിക്ഷനാണ്. അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ അൽഹംദുലില്ലാ അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ കുറേ റൂമും കിച്ചനും ഒക്കെ അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ് അല്ലേ? നമ്മൾ തന്നെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ റൂം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരെണ്ണമാണ്. അങ്ങനെ തുണിയൊക്കെ നനച്ചിട്ടു. അടുത്ത പരിപാടി എനിക്ക് ചായ ഉണ്ടാക്കണം. പക്ഷെ അതിന് മുമ്പ് എനിക്ക് വലിയൊരു പരിപാടിയുണ്ട്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കരിക്കുക. അതാണ് എൻ്റെ ഹോബീസിൽ വേണമെങ്കിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ നമസ്കാരം മുടക്കാറില്ല. പക്ഷേ ഹിജാബ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു 3-4 മാസം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി. ഇതിനു മുമ്പ് ഞാൻ തട്ടമൊക്കെ ഇട്ടിട്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ബട്ട് അത് എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കംപ്ലീറ്റ്
കംപ്ലീറ്റ്ലി ഒരു ഫെയ്ത്ത് എനിക്ക് വന്നിട്ടില്ല. പക്ഷെ നമസ്കാരം, ഖുർആൻ ഓതൽ ഇതൊക്കെ എനിക്കുണ്ട് കേട്ടോ. അത് ഞാൻ അന്ന് മുതൽ ഇന്ന്, അതായത് എൻ്റെ ഒരു 14 വയസ്സ് 13 വയസ്സ് മുതൽ, അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ തുടങ്ങിയതാണ്. ഇതുവരെ ഞാനത് ചെയ്യുന്നുമുണ്ട്. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ബട്ട് അറിഞ്ഞൂടാത്ത ആൾക്കാർ വിചാരിക്കും എനിക്ക് നമസ്കാരം അങ്ങനെയുള്ള ഇബാദത്തൊന്നും ഇല്ലയെന്ന്. ആക്ച്വലി എനിക്ക് എല്ലാം ഉണ്ട്, അൽഹംദുലില്ലാ. ബട്ട് ആരും പെർഫെക്റ്റ് അല്ലല്ലോ അല്ലേ? നമ്മളെല്ലാവരും തെറ്റുകൾ കൂടി തന്നെയാണ് ശരി പഠിക്കുന്നതും. അല്ലാതെ മനുഷ്യനായി പറഞ്ഞ ആരും ഇവിടെ പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൈഡൻസ് തരട്ടെ. അങ്ങനെ വൈകുന്നേരത്തെ ചായയൊക്കെ ഇട്ടു. ചായയല്ല, ഇത് കോഫിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര കടുപ്പമൊന്നും വന്നിട്ടില്ല. ഇത് വന്നിട്ട് ഇച്ചിരി കടുപ്പം കുറഞ്ഞൊരു കോഫിയാണ്. പിന്നെ ഷുഗർ എനിക്ക് അങ്ങനെ നിർബന്ധമല്ല, എന്നാലും ഒരു 1/2 ടീസ്പൂണൊക്കെ ഞാനിടും. കോഫി ആയതുകൊണ്ട് കുറച്ച് ഷുഗർ ഇടുന്നത് നല്ലതായിരിക്കും. അങ്ങനെ അടിപൊളി കടുപ്പത്തിലുള്ള കോഫി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുറുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടെ കഴിച്ചു. അതിനുശേഷം ഞാൻ എന്താ പറയുക, കുറച്ച് ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് സൺ വൈബ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം പുറത്തിറങ്ങി, സന്ധ്യാസമയമായി. അപ്പം മഗ്‌രിബ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറി. അൽഹംദുലില്ലാ, അങ്ങനെ കുറച്ച് നേരം ദുആയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം ഖുർആൻ ഓതി. പിന്നെ പുറത്തേക്ക് ഇറങ്ങി. നേരെ ഞങ്ങൾ മുകളിലൊന്ന് കറങ്ങാൻ കയറി. ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ കയറിയതാണ്. ലുലുവിലാണ് ഞങ്ങൾ കയറിയത്. അതിനുശേഷം ഞങ്ങൾ KFC പോയിട്ട് കുറേ നാളായി ഒന്ന് ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ട്, അങ്ങനെ ഇക്കായി ഞാനും കൂടെ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. അപ്പോൾ ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.